നമസ്കാരം, ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി കോമ്പൗണ്ടിൽ കയറി അഭ്യാസം കാണിക്കുകയും അത് തടഞ്ഞ പള്ളി സഹവികാരിയെ വണ്ടി ഇടിപ്പിച്ച് വീഴ്ത്തി യാതൊരു മനുഷ്യത്വവും കാണിക്കാതെ തെറിയഭിഷേകവുമായി ചീറിപ്പാഞ്ഞുപോയ വിദ്യാർത്ഥികളായ കുറ്റവാളികളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രതികളുടെ മതം തിരിച്ചുള്ള കണക്കുകളുമായി തന്ത്രപൂർവം ചിലർ രംഗത്തെത്തുകയായിരുന്നു. ഏതാണ്ട് 11 ക്രിസ്ത്യൻ പിള്ളേരും 7ഓളം ഹിന്ദു കുട്ടികളും ബാക്കി 10-18ഓളം മുസ്ലിം പിള്ളേരും. അവർ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, അങ്ങനെയാലും ധരിക്കരുത്. സംഭവം നടന്ന് അടുത്ത ദിവസം ഈരാറ്റുപേട്ടയിൽ ചിലർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ജോസ് വിഭാഗം കേരള കോൺഗ്രസിന്റെ നേതാവായ ഒരു വക്കീലാണ് പുരോഹിതനെ ആക്രമിച്ചതിൽ 11 ക്രിസ്തീയ കുട്ടികളും 7 ഹിന്ദു കുട്ടികളും ഉണ്ടെന്ന് തട്ടിമൂളിച്ച് ക്രിമിനൽ അറ്റാക്കിങ്ങിനും മതപരമായ ഒരു സന്തുലനാവസ്ഥ സൃഷ്ടിച്ചത്. അതോടെ അത് ഏറ്റെടുത്ത ചിലർ പ്രചണ്ഡമായി തന്നെ അത് പ്രചരിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 27 പേരിൽ 17 പേരും ക്രിസ്ത്യാനികളാണെന്നും അതും മറച്ചുവെച്ച് ക്രൈസ്തവർ വർഗീയ കളി കളിക്കുകയാണെന്നുമൊക്കെയാണ് ചിലർ എഴുതി പിടിപ്പിച്ചത്. പലരും അത് വിശ്വസിച്ചു. പോലീസ് ആകട്ടെ സത്യം എന്താണെന്നൊട്ട് പറഞ്ഞുമില്ല. യഥാർത്ഥ ക്രൈസ്തവരെ ക്രിസംഗികളെന്ന് ചാപ്പകുത്തി ചർച്ച നടത്തുന്ന ചാനൽ അത് കാസയുടെ പ്രൊഡക്റ്റ് ആണെന്നും സർക്കാർ അതിന് പായ്ക്കിങ് ചെയ്യുകയുമാണെന്നൊക്കെ പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ഏതായാലും വിഷയം ചെറുതായി നിശബ്ദമായപ്പോൾ SDPI നേതാവ് അഷ്റഫ് മൗലവിയാണ് പൂഞ്ഞാർ കേസിൽ അറസ്റ്റിലായത് മുഴുവൻ മുസ്ലിം കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ എക്കോ സിസ്റ്റം ആദ്യം പൊളിച്ചത്. കൊച്ചച്ഛനെ കൊല്ലാൻ ഒരുമ്പെട്ട ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ക്രൈസ്തവ ഹൈന്ദവ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം കുട്ടികളെ മാത്രം അറസ്റ്റ് ചെയ്തതെന്ന് മൗലവി ചോദിച്ചു. വക്കീൽ പറഞ്ഞതുപോലെ അക്രമി സംഘത്തിൽ ക്രൈസ്തവ ഹൈന്ദവ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ കേരള പോലീസ് അവരെ ആയിരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യുന്നതെന്ന് ഏവർക്കും അറിയാം. പക്ഷേ കൊച്ചച്ഛനെ ആക്രമിക്കുമ്പോൾ പൂഞ്ഞാർ പള്ളിയുടെ പരിസരത്ത് പോലും ഇല്ലാത്ത ക്രൈസ്തവ ഹൈന്ദവ കുട്ടികളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ? അതോടെ കാര്യങ്ങൾ ഏവർക്കും ബോധ്യമായി. പിന്നീട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ വെച്ച് ന്യൂനപക്ഷങ്ങളുമായി സംവദിക്കുമ്പോൾ സാക്ഷാൽ പിണറായി അവറുകൾ എല്ലാത്തരം പുകമറകളെയും പൊളിച്ചുകൊണ്ട് പൂഞ്ഞാറിലെ നുണബൂമ്പ് ചീറ്റിച്ച് കയ്യിൽ കൊടുത്തു. സംവാദ സമയത്ത് മുജാഹിദീൻ നേതാവ് ഹുസൈൻ മടവൂരാണ് പൂഞ്ഞാർ വിഷയത്തിൽ മുസ്ലിം കുട്ടികളെ മാത്രം ജയിലിൽ അടച്ചെന്ന് പറഞ്ഞ് പരിഭവിച്ചത്. അതിന് മറുപടിയായി പൊട്ടിത്തെറിച്ച മുഖ്യമന്ത്രി പൂഞ്ഞാറിലെ പള്ളി വികാരിയെ ആക്രമിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായതുകൊണ്ടാണ് അവരെ മാത്രം അറസ്റ്റ് ചെയ്തതെന്നും അവർ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നും പറഞ്ഞുകൊണ്ടാണ് കള്ളം പൊളിച്ചത്. അതോടെ ഹുസൈൻ സാഹിബിന് മാത്രമല്ല എല്ലാവർക്കും തൃപ്തിയായി. മുഖ്യമന്ത്രി കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയ സ്ഥിതിക്ക് ഇനി ഉരുണ്ടുകളി നിർത്തി നിലപാട് വ്യക്തമാക്കേണ്ടത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആണ്. സർവകക്ഷി യോഗത്തിൽ കുറ്റകൃത്യത്തെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമായി വീതിച്ച അവരുടെ വക്കീൽ പറഞ്ഞതാണോ മുഖ്യമന്ത്രി പറഞ്ഞതാണോ ഏതാണ് ശരിയെന്ന് വർഗീയത മാറ്റിവെച്ച് ചിന്തിക്കുന്ന ഇസ്ലാം സഹോദരന്മാരിൽ പലരും സമ്മതിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് മുസ്ലിം കുട്ടികൾ മാത്രമാണെന്ന്. ഏതായാലും മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കുറെ കാലത്തെ നിലപാടുകൾ അറിയുന്നവർക്ക് ഈ തുറന്നു പറച്ചിൽ അത്ഭുതമായി തന്നെ തോന്നി. ചിലർ പറഞ്ഞു ഇത് ഇലക്ഷൻ ഗിമിക്സ് ആണെന്ന്. പക്ഷേ BP കൂടുന്ന ചില ഘട്ടങ്ങളിൽ ആരായാലും ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞു പോകും എന്നതാണ് സത്യം. ആദ്യം മുതലേ പൂഞ്ഞാർ സംഭവം ചർച്ചയാകാതെയും പേര് വിവരങ്ങൾ പുറത്തു വരാതെയും നോക്കി. ആ സംഭവത്തെക്കുറിച്ച് ആകുന്നത്ര മൗനം പാലിച്ചു. എന്നിട്ടും ഹുസൈൻ ഹാജി താൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെ തള്ളി പറഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ സത്യം അങ്ങ് തുറന്നു പറയുകയായിരുന്നു. സത്യം അങ്ങനെയാണ്, മൂടി വെക്കാം, വളച്ചൊടിക്കാം. പക്ഷെ നിനക്കാത്ത നേരത്ത് ഒരു നാൾ അസത്യത്തിന്റെ സകല മൂടികളെയും തകർത്തുകൊണ്ട് അത് പുറത്തു വരിക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി കലമുടച്ചതോടെ ഇരവാദം മുഴക്കാനുള്ള അവസരം ചിലർക്ക് അപ്പാടെ ഇല്ലാതായി പോയി എന്നതാണ് സത്യം. ഏതായാലും വർഗീയത പൊക്കിപ്പിടിച്ച് മുതലെടുപ്പിന് ഇറങ്ങിയവരെല്ലാം കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയും രാജ്യസഭാ അംഗവുമായിരുന്ന സുരേഷ് ഗോപിയെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ BJP തൃശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും താൻ പറഞ്ഞ പിന്നീട് തനിക്കെതിരെ പരിഹാസമായി മാറുകയും ചെയ്ത
തൃശൂരിനെ അങ്ങ് എടുക്കുകയാണെന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കാൻ നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപം എന്നവണ്ണം അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച സുരേഷ് ഗോപി ജില്ലയിലെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. വിശേഷിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ആയതിൽ വിറളി പിടിച്ച പലരും പലതരത്തിലുള്ള കിംവദന്തികളുമായി ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത കുടുംബക്കാര്യം മാത്രമായ തന്റെ മകളുടെ കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമ്പോൾ താൻ മുമ്പൊരിക്കൽ നേർന്ന നേർച്ചയുടെ നിർവഹണത്തിന് എന്ന വണ്ണം തൃശൂർ ലൂർദ് മാർദ ചർച്ചിൽ കുടുംബസമേതമായി വന്ന സുരേഷ് ഗോപി മാതാവിന് ഒരു സ്വർണ്ണ കിരീടം ചാർത്തി. എന്നാൽ അധികം താമസിക്കാതെ തിക്കിനും തിരക്കിനുമിടയിൽ കിരീടം നിലംപതിക്കുകയും മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കിയ BJP-കാരന്റെ കിരീടത്തെ മാതാവ് തട്ടിയെറിഞ്ഞതാണെന്നും പറഞ്ഞ് ദോഷൈക ദൃക്കുകൾ അതിന് അവരുടെ മനോനിലവാരത്തിനൊത്ത വ്യാഖ്യാനങ്ങൾ നൽകി മനസ്സുഖം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതൊന്നും കൂസാതെ സുരേഷ് ഗോപി താൻ ചെറുപ്പം മുതൽ പിന്തുടരുന്ന മാതാവിനോടുള്ള ഭക്തിയുടെ നിർവഹണമായി നേർച്ചയർപ്പിച്ച് മടങ്ങി. ഇപ്പോഴിതാ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിനാൽ തൃശൂരിൽ സുരേഷ് ഗോപി ഒരുപാട് ദൂരം മുമ്പേ തന്നെ മുമ്പിലായതിനാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത് തിരിച്ചറിഞ്ഞ എതിരാളികൾ സുരേഷ് ഗോപിയോട് അസൂയ പെരുത്ത് ചില ഏഷണിക്കാരെ കളത്തിലിറക്കി സുരേഷ് ഗോപി മാതാവിന് നൽകിയ കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കമെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് വഴിമരുന്നിട്ടത് തൃശൂർ ലൂർദ് മാതാ ഇടവക അംഗമായ തൃശൂരുകാരിയായ കൗൺസിലറാണ്. പള്ളി പ്രതിനിധി എന്ന രീതിയിലാണ് അവർ ആരോപണം ഉന്നയിച്ചതെങ്കിലും അതിന്റെ പിന്നിൽ ചിലരുടെ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. കിരീടം സമർപ്പിക്കുമ്പോൾ അതിൽ 5 പവനോളം സ്വർണമുണ്ടെന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും അങ്ങേയറ്റം തരം താണ രാഷ്ട്രീയ കളി കളിച്ചവർക്ക് ഈ ഹീനമായ ആരോപണം സ്വീകാര്യമായി തോന്നിയതിൽ ആശ്ചര്യപ്പെടാൻ എന്താണിരിക്കുന്നത്? ഏതായാലും സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ച് കുന്തമെറിയാൻ തക്കം പാർത്തിരുന്നവരെല്ലാം അത് ആഘോഷിച്ചു. പറ്റിക്കൽക്കാരനാണെന്നും ക്രൈസ്തവ വഞ്ചകനെന്നും വിളിച്ചു. അതിനുള്ള മറുപടിയുമായി വന്ന സുരേഷ് ഗോപി കിരീട നിർമ്മാണത്തെക്കുറിച്ചും അതിലുപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തെക്കുറിച്ചും പള്ളി വികാരിയുമായി താൻ കിരീടം ധരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സംസാരിച്ച കാര്യം വെളിപ്പെടുത്തി. മാത്രവുമല്ല അതൊരു സ്വർണ്ണ കിരീടമാണെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും താൻ തൃശൂർ MP ആയി ജയിച്ചാൽ മാതാവിനോടുള്ള നന്ദിയായി 10 ലക്ഷത്തിന്റെ സ്വർണം നൽകുമെന്നും വ്യക്തമാക്കിയതോടെ പുതിയ ആരോപണം ഉന്നയിച്ച സൂത്രധാരന്മാർ മാളത്തിലൊളിച്ചു. കൂടാതെ മാധ്യമ പ്രവർത്തകരോട് കിരീടധാരണ ചടങ്ങിലേക്ക് വരരുത് എന്ന് പറഞ്ഞ കാര്യവും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. നേർച്ചയേക്കാൾ സ്നേഹമയിയായ മാതാവ് പരിഗണിക്കുന്നത് അത് കാഴ്ചവെക്കുന്ന വ്യക്തിയുടെ സമർപ്പണത്തെ തന്നെയാണ്. ഇലക്ഷൻ ഗിമിക്കും അല്ലാത്തതുമൊക്കെ ദൈവമാതാവിന് നന്നായിട്ട് അറിയാം. പക്ഷേ രാഷ്ട്രീയ കളികൾക്കപ്പുറത്ത് പരിശുദ്ധ മാതാവിനോടുള്ള ഒരു ഭക്തന്റെ തികച്ചും വ്യക്തിപരമായ സമർപ്പണത്തെ വികലമായി ചിത്രീകരിക്കുന്നത് മരിയ ഭക്തിയോട് മാത്രമല്ല ക്രൈസ്തവരെ ആകമാനം പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് തൃശ്ശൂര് കണ്ട് പനിക്കുന്നവർ ഓർത്തിരിക്കണം. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലോ മോസ്കിലോ ഭക്തന്മാർ നടത്തുന്ന മൂല്യമുള്ള കാണിക്കകളെ കുറിച്ചുള്ള വിവരങ്ങൾ തികച്ചും രഹസ്യമായിരിക്കുമ്പോൾ ദൈവമാതാവിന് ലഭിച്ച സമർപ്പണം മാത്രം വിവാദ കാഴ്ചയാക്കാൻ ചരട് വലിച്ചവർ അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ്. ഇലക്ഷന്റെ തീയതി ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. 19-1 എന്ന അനുപാതത്തിൽ നിന്ന് മുന്നിലേക്കെത്താൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെയാണ്. തലസ്ഥാനത്ത് 2 മുൻ കേന്ദ്രമന്ത്രിമാരും ഒരു മുൻ MP-യുമാണ് കൊമ്പുകോർക്കുന്നത്. പന്യൻ സഖാവ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഗോതയിൽ നിൽക്കുമ്പോൾ വിശ്വപൗരൻ ഇമേജുമായി തരൂരും കേന്ദ്രമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സാധ്യതകളെ ഉയർത്തിക്കാട്ടി രാജീവ് ചന്ദ്രശേഖറും കളത്തിൽ നിറയുകയാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പത്തനംതിട്ടയും പ്രതാപന് ഉറപ്പായിരുന്ന തൃശ്ശൂരും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമാണ്. PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നും ജയിക്കുമെന്ന് പോലും കരുതിയിടത്ത് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു. ഐസക്കിന്റെ എക്കണോമിക്സ് അനുസരിച്ച് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നേറുമ്പോൾ PC ജോർജിനെ കളത്തിലിറക്കാത്തത് തനിക്ക് ഗുണമാകുമെന്ന് ആന്റണി ഉറച്ചു വിശ്വസിക്കുകയാണ്. പണ്ട് PDPയുടെ തോണി കണ്ട് ലീഗിന്റെ ഏണി മറിഞ്ഞു കിടക്കുന്നതാണെന്ന് കരുതി വോട്ട് ചെയ്ത പ്രായമുള്ളവരെ പോലെ ആന്റണിയും അനിൽ ആന്റണിയും പഴമക്കാർക്ക് മാറിപ്പോയെന്നും വരാം. ഏതായാലും
ക്രൈസ്തവരുടെ സന്തത സഹചാരിയായ PC ജോർജ് സ്ഥാനാർത്ഥിയാകാത്തത് ക്രൈസ്തവർക്ക് അനൽപമായ നിരാശ ഉളവാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. സീറ്റ് ലഭിച്ചില്ലെങ്കിലും പ്രധാന സ്ഥാനത്ത് തന്നെ PC ഉടനെ തന്നെ എത്തിയേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തൃശൂരിലെ വിജയം സുരേഷ് ഗോപിക്കൊപ്പമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പുതിയതായി പ്രത്യക്ഷപ്പെട്ട K മുരളീധരൻ സുരേഷ് ഗോപിക്ക് ഒത്ത എതിരാളി തന്നെയാണ്. നിഷ്പക്ഷ ഹൈന്ദവ വോട്ടുകൾ സുരേഷ് ഗോപിയും മുരളീധരനും പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വിടവിലൂടെ ജയിച്ചു കയറാമെന്ന് വിശ്വസിച്ചാണ് സുനിൽ കുമാർ മത്സരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി തൃശൂർ എടുക്കുമോ, തൃശൂരുകാർ തൃശൂരിനെ മറ്റാർക്കെങ്കിലും കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളം രൂപം കൊണ്ടതിന് ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ കാടിറങ്ങി വന്ന് കൃഷി നശിപ്പിച്ചിട്ട് പോവുകയല്ല, മറിച്ച് വെറിയിളകി വിലപിടിച്ച മനുഷ്യജീവനുകളെ കൊമ്പിൽ കോർത്ത് പൊക്കുകയാണ്. മാരക രോഗങ്ങളോടും വന്യമൃഗങ്ങളോടുമൊക്കെ പടവെട്ടി മലയോര മേഖലയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പോയ തലമുറകൾ അത്യധ്വാനം കഴിച്ച അവികസിത ഭൂതകാലത്തിൽ ഒരിക്കൽ പോലും അവർ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മരണഭീതികളും പ്രാണഭയങ്ങളും ആശങ്കകളുമാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറയുന്നത്. വയനാട്ടിൽ വന്യമൃഗശല്യങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായി തുടരുകയാണ്. അവിടെയാണ് കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ മരണങ്ങളുണ്ടായത്. എന്നാൽ സംസ്ഥാന വ്യാപകമായി ഗ്രാമപ്രദേശങ്ങളിലെല്ലാം മനുഷ്യജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ കർഷകനായ അജീഷിനെ വെറിയിളകിയ കാട്ടാന വീട്ടിൽ കയറി ചവിട്ടിക്കൊന്ന സംഭവം കേരളത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കളഞ്ഞതാണ്. അന്ന് പ്രക്ഷുബ്ധരായ ജനത്തോട് നിരീക്ഷണം ശക്തമാക്കുമെന്ന് പറഞ്ഞ മന്ത്രി ബൈനോക്കുലർ വാങ്ങാൻ പോയ സമയത്ത് വയനാട്ടിൽ തന്നെ നിരീക്ഷകരിൽ ഒരാളായ ഫോറസ്റ്റ് വാച്ചർ പോൾ മരിച്ചു വീണത് മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും അടക്കം പലരും ഉത്തരവാദിത്വ നിർവഹണത്തിനായി വയനാട്ടിലെത്തി. കാര്യം പരിഹരിക്കാമെന്നുള്ള അതര ചർവണങ്ങളൊക്കെ നടത്തി അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യാമെന്ന് വാചകം അടിച്ചിട്ട് മടങ്ങി. എന്നാൽ മണിക്കൂറുകൾക്കകം മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ നിന്ന് തൊഴിലാളികളുമായി പോയ ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട മറ്റൊരു ഒറ്റയാൻ ഓട്ടോക്കാരനായ മണിയെ നിഷ്കരണം നിലത്തടിച്ചു കൊന്നു. മൃഗാക്രമണത്തിൽ മനുഷ്യർ മരിക്കുമ്പോൾ പ്രത്യേക ഉന്മാദത്തോടെ അത് ആസ്വദിക്കുന്ന ചില മൃഗസ്നേഹികൾ പടയപ്പ എന്നോ മറ്റോ ഓമന പേരിട്ട് വിളിക്കുന്ന ആനയാണ് മണിയുടെ അന്തകനായി അവതരിച്ചത്. മണിയോടൊപ്പം ആനയാക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട 2 പേർ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പോഴും വായ്ത്താരികൾക്കപ്പുറത്ത് ആലസ്യം വിട്ടുണരാത്ത ഭരണകൂടം നിഷ്ക്രിയത തുടരുകയാണ്. മറ്റൊരു കാട്ടാന കോതമംഗലത്തിനടുത്ത് നേര്യമംഗലത്ത് കൃഷിയിടത്തിലേക്ക് പാഞ്ഞു വന്ന് വീട്ടമ്മയെ കൊന്ന് മടങ്ങി. കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് വീണ്ടും കാട്ടാനക്കലിക്ക് ഇരയായി മരണപ്പെട്ടത്. കൂവ വിളവെടുക്കുന്നതിനിടയിലാണ് പാഞ്ഞെത്തിയ കാട്ടാന ഇന്ദിരയെ ആക്രമിച്ചത്. ഇന്ദിര മരിച്ചതോടെ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 8ആയി ഉയർന്നു. അതോടെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് നേര്യമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വീട്ടുകാരുടെ അനുവാദത്തോടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബലമായി എടുത്തുകൊണ്ടുപോയി കോതമംഗലം നഗരത്തിൽ വലിയ സമരപന്തലൊക്കെ കെട്ടി പ്രതിഷേധിക്കുകയായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എത്തി ഉറപ്പു നൽകിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാണ് കോൺഗ്രസുകാരും സമരക്കാരും സമരരംഗത്ത് സജീവമായത്. എന്നാൽ വയനാട്ടിൽ SFIയുടെ ക്രൂരമായ റാഗിംഗ് അക്രമത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തിയ KSUക്കാരെയും MSFക്കാരെയും വളഞ്ഞിട്ട് തല്ലിച്ചതച്ച പോലീസ് അതേ ആക്രമണോത്സുകതയോടെ കോതമംഗലത്തുമെത്തി അഴിഞ്ഞാടുകയായിരുന്നു. സമരപ്പന്തൽ തകർത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൃതദേഹം തട്ടിപ്പറിച്ച പോലീസ് മൃതദേഹത്തോട് കടുത്ത അനാദരവ് കാട്ടി ഫ്രീസർ സഹിതം റോഡിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. കുഴൽനാടനെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ബലമായി പിടിച്ച് വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോയത്. അത് കടുത്ത പ്രതിഷേധത്തിന് തിരിതെളിച്ചെങ്കിലും കോടതിയിൽ ഹാജരാക്കിയ നേതാക്കൾക്ക് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചെങ്കിലും പുറത്തേക്കിറങ്ങിയ ഉടനെ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യാൻ കാത്തുനിന്ന പോലീസിനെതിരെ
അപ്പോൾ തന്നെ തിരികെ ഓടി കോടതിയിൽ കയറിയ നേതാക്കൾ വാക്കാൽ പരാതി കൊടുക്കുകയും ചെയ്തു. എല്ലാം കയ്യിൽ നിന്ന് പോയതിനാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന തരത്തിലുള്ള പരാക്രമങ്ങൾ കാഴ്ചവെച്ച ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചകളാണ് അടുത്ത ദിവസങ്ങളിൽ കേരളം കണ്ടത്. തൃശൂർ പെരിങ്ങൽകുത്തിന് സമീപം വാച്ചുമരം കോളനി സ്വദേശിനിയായ വത്സല എന്ന സ്ത്രീ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചപ്പോൾ കോഴിക്കോട് കക്കയത്ത് തന്റെ കൃഷിയിടത്ത് നിൽക്കുകയായിരുന്ന പാലാട്ടി എബ്രഹാം എന്ന 70-കാരനെ കാട്ടുപോത്ത് വന്ന് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒന്നിനു പുറകെ ഒന്നായി ഇത്രയും ജനങ്ങൾ മരിച്ചു വീണിട്ടും അനങ്ങാപ്പാറകളായിരിക്കുന്ന സർക്കാരിനെതിരെ കടുത്ത ജനരോഷം അതോടെ അണപൊട്ടിയൊഴുകി. ആ പരിഭ്രമത്തിൽ ജനമാകെ വിരണ്ടിരിക്കുമ്പോൾ അതാ കോഴിക്കോട് കൂരാച്ചുണ്ടിലെ ജനവാസ മേഖലയിലേക്ക് ഒരു കാട്ടുപോത്ത് ഇരച്ചു കയറി വന്നു. പെരുവണ്ണാമൊഴി വനമേഖലയിൽ നിന്നും നാട്ടിലേക്ക് ഈ കാട്ടുപോത്ത് ഇറങ്ങിയതിനാൽ സെന്റ് തോമസ് സ്കൂൾ അടച്ചിടേണ്ടതായി പോലും വന്നു. ഇത്രയുമായപ്പോൾ കത്തോലിക്ക സഭയുടെ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് കടുത്ത ധാർമ്മിക രോഷത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ ഭരണകൂട നിഷ്ക്രിയതയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. എത്രയോ ശോചനീയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തില്. സാക്ഷര കേരളം എന്ന് പറയാൻ ലജ്ജിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഇവിടെ നിയമങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്തുകൊണ്ട് വൈകുന്നു? തമിഴ്നാട് സർക്കാരിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന് സാധിച്ചില്ല? സത്വരമായ നടപടികൾ സ്വീകരിക്കണം. ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ നീങ്ങും. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഞങ്ങൾ മരണം വരെ പോരാടുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ചോദിക്കുന്നു സർക്കാരിനോട്, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഞങ്ങൾക്ക് അതിന് സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോണം. എത്രയോ തവണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളാണെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കൂ, ഞങ്ങളുടെ പാവപ്പെട്ടവരെ സംരക്ഷിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, ആവശ്യമായ നിയമങ്ങൾ മാറ്റി എഴുതൂ. ഞങ്ങളുടെ ഈ അവസ്ഥകൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിച്ചേ മതിയാകൂ. ജനങ്ങളെ സംരക്ഷിക്കുവാൻ സത്വരമായിട്ട് മുന്നോട്ട് കടന്നു വരിക. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് നൽകിയേ മതിയാവൂ. ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് ഞങ്ങൾ ആരംഭിക്കുകയാണ് ശക്തമായിട്ട്. ഇതോടെ കലിപൂണ്ട ജനം കോതമംഗലത്തിന്റെ ബാക്കി എന്നവണ്ണം പ്രതിഷേധവുമായി കോഴിക്കോടും നിറഞ്ഞു. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ജനം ഇരച്ചു കയറുകയായിരുന്നു. പോലീസും കലക്ടറും ഒക്കെ പാഞ്ഞെത്തി വീട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. സമരക്കാരെ നേരിടാൻ വീണ്ടും പിണറായിയുടെ കാക്കിപ്പട കളത്തിലിറങ്ങി നാട്ടുകാരിൽ പലരെയും വലിച്ചിഴച്ച് ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. കോഴിക്കോട് നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിനാൽ, സമരം ശക്തമായി തുടർന്നതിനാൽ പോത്തിന്റെ കാതിൽ വേദമോതുന്ന കലാപരിപാടി നിർത്തിയിട്ട് അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള നീട്ടെഴുത്തുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയിരിക്കുന്ന സമയത്ത് വോട്ടർമാർ ഒന്നിനു പുറകെ ഒന്നായി മൃഗാസക്തിയുടെ കൊമ്പിൽ കുരുങ്ങി ഒടുങ്ങിപ്പോകുന്നതിനാലും അണികൾ പോലും മാറി ചിന്തിച്ചേക്കുമെന്ന് തോന്നിയതുകൊണ്ടുമായിരിക്കണം തൊട്ടുപുറകെ മന്ത്രിസഭ കൂടി വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും 4 സമിതികൾ നിലവിൽ വരികയും ദുരന്ത നിവാരണ സേനയുടെ സേവനം കൂടെ ഉറപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യനും മനുഷ്യജീവികളും തമ്മിലുള്ള സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറാക്കിയും വന്യജീവി ആസ്ഥാനത്ത് കൺട്രോൾ റൂമുകൾ തുറന്നും. വന്യജീവി ആക്രമണങ്ങളെ നേരിടാൻ മുമ്പ് കിഫ്ബി വഴി അനുവദിച്ച 100 കോടിക്ക് പുറമെ ഒരു 110 കോടി കൂടി അനുവദിച്ച് ദുരന്ത നിവാരണം ആരംഭിച്ചിരിക്കുകയുമാണ്. ഇതോടെ നടപടികൾ വേഗത്തിലാക്കുവാനും ദുരന്ത നിവാരണ ഫണ്ടുകൾ ഉപയോഗിച്ച് നഷ്ടപരിഹാരവും മറ്റും പെട്ടെന്ന് തന്നെ കൈമാറുവാനും കഴിയും എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയെങ്കിലും സംസ്ഥാന വ്യാപകമായി ഇനിയും ആക്രമണ സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതെ സമഗ്രമായ ഒരു കവറേജ് തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അടുത്ത ഒരു വോട്ടർക്ക് കൂടി മൃഗാക്രമണത്തിൽ മൃതഗീതം പാടാൻ ഇടവരാതിരിക്കട്ടെ. ന്യൂസ് സ്കാനുമായി ഇനി അടുത്തയാഴ്ച.